കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. മുപ്പട്ട് വ്യാഴാഴ്ചയല്ലേ, അത്യാവശ്യമൊക്കെ തിരക്കുണ്ട്. നമുക്കങ്ങനെ ഗുരുവായൂരപ്പനെ കാണാൻ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തു നിൽക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് എന്നറിയണ്ടേ. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുള വാരസ്യാരുടെ ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പോന്ന് നമ്മൾ അത്തിമര ഗണപതിയെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ അവിടെ ചെന്ന് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ കിഴക്കേ നടയിലെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കൊടിമരം ഇങ്ങനെ കാണാം. കൊടിമരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ താഴത്തേക്ക് നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ രണ്ട് കൊമ്പുകൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കാണാം. സ്വർണം കെട്ടിച്ച് അതിൻ്റെ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയും കണ്ട് തൊഴുത് നമ്മൾ ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തുള്ള ആദ്യത്തെ പീഠം നോക്കി തൊഴാം. മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അതേപോലെ വലതേ വശത്തെ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ടൊന്ന് തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു മനോഹാരിതയാണെന്നറിയോ. ഇന്ന് അവിടെ ആകെ ശ്രീലകം നിറച്ച ആളുകളാണ് കേട്ടോ. ഇന്ന് ഏട്ടനും അനിയനുമാണ്. അപ്പോൾ കാഴ്ച കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ ബലരാമേട്ടൻ്റെ തോളിലിങ്ങനെ പൊത്തിപ്പിടിച്ച് കയറുകയാണ്. പൊത്തിപ്പിടിച്ച് ഇങ്ങനെ കയറി ഇങ്ങനെ നിവരാൻ നോക്കുന്നതേ ഉള്ളൂ. ആ വികൃതിയായ കണ്ണനാ. അങ്ങനെ നോക്കുമ്പോൾ കാൽവളകൾ കാണാണ്ട്, രണ്ട് കാലിങ്ങനെ ചവിട്ടിയിട്ട് വലത്തെ കയ്യിൽ പൊന്നോടക്കോയിലുണ്ട്, ഇടത്തെ കൈ ഇങ്ങനെ ബലരാമേട്ടൻ്റെ കയ്യിമ്മലിങ്ങനെ പിടിച്ച് കൈ കൊടുത്തണ്ണ ഈ വീഴൊന്നുമില്ല കണ്ണാ, വീഴൊന്നുമില്ല, നീ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടേ. പക്ഷെ വേറെ തരികടകളൊന്നും കാണിക്കാനൊന്നല്ല, ഒരു വികൃതി കാണിക്കാൻ തന്നെ. അവിടെ വേറൊന്നും കാണാനില്ല, ഉരളിയൊന്നും കാണാനില്ല. ഉറിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇപ്പോൾ വല്ല വെണ്ണ എടുക്കാനാണെങ്കിൽ ഏട്ടനും കൂടി സപ്പോർട്ട് ചെയ്ത് ചെയ്യാന്ന് വെച്ചാൽ അതൊന്നുമല്ല. ഇതൊരു വികൃതി തന്നെ. ആ വികൃതി കണ്ണൻ്റെ ഒരു വികൃതി, അമ്പാടിയിലൊരു കുസൃതി. അങ്ങനെ ആ ബലരാമേട്ടൻ്റെ രണ്ട് തോളിലിങ്ങനെ പിടിച്ചിങ്ങനെ കയറുകയാണ്. അങ്ങനെ കയറി നിന്നിട്ടില്ല, അങ്ങനെ കയറി നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏട്ടൻ നല്ല ധൈര്യം പറയുന്നുണ്ട്. അപ്പോൾ അനിയനെ അങ്ങനെ നോക്കി കയറുകയാണ്. അപ്പോൾ കയറുമ്പോഴും എന്താ ആളുടെ ഉള്ളിൽ ചെറിയാണ് നമ്മളോടൊക്കെ. ഞാനിപ്പോൾ ഇതിനും ഏട്ടൻ്റെ മേലെ കയറി നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ കണ്ടോളൂ കേട്ടോ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച എല്ലാവരും കണ്ടോളൂ കേട്ടോ, എനിക്ക് ഇവിടെ കയറാനൊക്കെ വയ്ക്കുവേ, എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മേലേക്ക് കയറാൻ വയ്ക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ കാൽവിളകൾ കാണാണ്ട്, മുകളിലേക്ക് ഇങ്ങനെ അരമണിയൊക്കെ കാണാണ്ട്, പിന്നെ അതേപോലെ കഴുത്തിൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാമാല, സർവാഭരണ വിഭൂഷിതരായിട്ട് തന്നെയാണ് നിൽക്കണത്. നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ട് അവിടെ കുളിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിർത്തിയതാണ്. ഭക്ഷണമൊക്കെ കൊടുത്ത് യശോദാമ്മ അവിടെ നിർത്തിയതാണ്. പക്ഷെ അപ്പോഴാണ് ഈ കുസൃതി. അപ്പോൾ ഏട്ടൻ കണ്ടപ്പോൾ ഏട്ടൻ്റെ മേലെ കയറാൻ തുടങ്ങിയിട്ടുണ്ടാണ്. ഏട്ടൻ്റെ മേലെ തോളുമ്പോൾ കയറണ എന്നെ കൊണ്ടോ ഏട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അതാണ് ആ കാഴ്ച. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ എന്താ പറയുക, പീലി തിരുമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ ആ പൊന്നോടക്കുഴൽ കാണാണ്ട്, കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അതേപോലെ തിരുമുടിമാല രണ്ടെണ്ണം ഉണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും. പിന്നെ അങ്ങനെ ഉണ്ടമാല ഉണ്ട്. ഉണ്ടമാല കാണാണ്ട്. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവിനാണ് കൂടുതൽ പ്രാധാന്യം. വെളുത്ത പൂവും കുറച്ച് തെച്ചി കുറച്ച് തുളസി, അങ്ങനെയുള്ള ഒരു വലിയ നല്ല തടിച്ച ഉണ്ടമാല. ആ ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ വിധാനമായിട്ട് 2-4 തുളസിമാല ഉണ്ട്, താമരമാല ഉണ്ട്, ഒരു നീല ശംഖുപുഷ്പത്തിൻ്റെ മാല ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. എന്താ ഉദ്ദേശിച്ചാൽ മുകളിലിങ്ങനെ കയറിയിട്ട് നമ്മളെ കാണാൻ പറ്റിയില്ലെങ്കിലോ, നമുക്ക് കണ്ണനെ കാണാൻ പറ്റിയില്ലെങ്കിലോ വെച്ചിട്ടേ കണ്ണൻ മുകളിൽ കയറി നിൽക്കുക. ഏട്ടൻ്റെ ആ തോളത്താണ് കയറി എന്നെ എല്ലാവർക്കും കാണാമല്ലോ എന്ന്. നമ്മൾ ഭക്തരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, ഭക്തരുടെ കാഴ്ചയ്ക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും കണ്ടോളൂ കേട്ടോ, ഞാൻ മുകളിൽ നിൽക്കുന്നുണ്ട്, കണ്ടോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ കണ്ണനെ, പൊന്നുണ്ണി കണ്ണനെ കാണാം കേട്ടോ. എല്ലാവരും
ആ ശ്രീലകത്തേക്ക് നോക്കിക്കോളൂ. ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്നിങ്ങനെ നോക്കുക. എന്നിട്ട് ആ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും തൊഴുതോളൂ കേട്ടോ. അങ്ങനെ കണ്ണനെ കണ്ട് ബലരാമേട്ടൻ്റെ പുറത്ത് തോളത്ത് കയറി നിൽക്കുന്ന കണ്ണനെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന ആ ബലിക്കല്ല്, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ നേരെ തടപ്പള്ളി നോക്കി തൊഴുത് ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അതിനുശേഷം ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ഒന്നിപ്പോൾ ഇങ്ങനെ ചാർത്തി വരണേ ഉള്ളൂ കേട്ടോ. ഗോളകയാണ്. അപ്പോൾ അങ്ങനെ മുകളിൽ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് ആ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇനിയിപ്പോൾ എന്താ, ഒക്ടോബർ തൊട്ടിട്ട് പുതിയ മേൽശാന്തിയായി. ശ്രീകൃഷ്ണപുരത്തുള്ള മേൽശാന്തിയാണ്. അപ്പം ഇങ്ങനെ ഇനി ഒക്ടോബർ വരെയാണ് പിള്ള മേൽശാന്തി. ഒക്ടോബർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 30 വരെ. അപ്പോൾ എന്തായാലും അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമുക്കങ്ങനെ വാമന രൂപത്തെയും ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ രൂപത്തെയും വിഷ്ണുവിനെയൊക്കെ കണ്ട്, ഗരുഡാരൂഢനായിരിക്കുന്ന വിഷ്ണുവിനെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അവിടെ നിന്ന് ചെണ്ടുമല്ലിപ്പൂവും താമരപ്പൂവും ഒക്കെ നിറയെ അലങ്കാരമായിട്ടുണ്ട്. മുകളിൽ വിധാനമായിട്ട് തുളസിമാലകൾ ധാരാളം ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ, തിരിച്ചു വരുമ്പോൾ ശ്രീരാമചന്ദ്രനെയും ബലരാമനെയും ഭാർഗവരാമനെയൊക്കെ കണ്ട് കണ്ണനെ കാണുക. കണ്ണൻ്റെ അവിടെ തുളസിമാല ഉണ്ട്. അതേപോലെ മുരുകൻ്റെ അടുത്ത് ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്, വെളുത്ത മാലയുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കുങ്കുമേ ഉള്ളൂ, വെറ്റിലമാല ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കുക കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയ മർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ, കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. ഇനി എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ അവിടെ ഇന്ന് ഗോളകയാണ്. അപ്പോൾ ബാക്കി താഴത്തേക്കൊക്കെ ഇങ്ങനെ പട്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കൾ തന്നെയാണ്. മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ശിവേരി വിഗ്രഹത്തിനുണ്ട് മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കുക കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അവിടെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഒന്ന് മനസ്സിൽ മമ്മിയൂരപ്പനെ സ്മരിക്കുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ വരിക. എന്നിട്ട് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഉണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണാം. അതും കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്ന് നമസ്കരിച്ച് നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ അവിടെ കിരീടമൊക്കെ ഉണ്ട്. അതേമാതിരി മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്.
നല്ല സ്വർണത്തിൻ്റെ കളറുള്ള പട്ടൊക്കെ ഉടുപ്പിച്ച് നല്ല രസമായിട്ടുണ്ട്. വലിയ സ്വർണ്ണ മാലയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് ആ കോർണറിലെത്തിയാൽ ആ പടിഞ്ഞാറ നടയിലേക്ക് ഇങ്ങോട്ട് വരിക. പടിഞ്ഞാറ നടയിൽ നിന്ന് ദീപസ്തംഭമൊക്കെ കണ്ട് തൊഴുത് കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നിട്ട് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നെ നാരായണാലയത്തിന് കയറിയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ ഒന്ന് കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഭഗവതി അമ്പലത്തിൻ്റെ അവിടെ ഒന്നുകൂടി വന്ന് തൊഴാം. പിന്നീട് നമ്മൾ നേരെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ബലരാമേട്ടനെയും ഉണ്ണിക്കണ്ണനെയും കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് പോരുക. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ വരുമ്പോൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് പോരുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇനിയിപ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെയും അസുഖങ്ങൾ മാറാനും ജോലി കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.